അതിൽ ഗൗരവമേറിയത് ഇണകൾ തമ്മിലുള്ള കരാറാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത കരാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ശക്തമായ കരാറാണ് അവർ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇണകൾക്ക് കൊടുത്ത കരാർ ശക്തമാണ്. വിവാഹമെന്ന കരാർ ശക്തമാണ്. ആ വൈവാഹിക ജീവിതത്തിന്റെ നന്മകളെ കാത്തു സൂക്ഷിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. രാഷ്ട്രത്തോടുള്ള കരാർ. ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ചില അഖ്ദുകളുണ്ട്, കരാറുകളുണ്ട്. ഈമാനുള്ളവരെ കരാറ് പാലിക്കണം. രാഷ്ട്രത്തോടുള്ള കരാറ് ഏത് രാജ്യത്ത് നിൽക്കുമ്പോഴും. സന്താനങ്ങൾക്ക് നൽകുന്ന കരാറുകൾ, ധാരാളം കരാറുകളുണ്ട്. മുതലാളിമാർ തൊഴിലാളികൾക്ക് നൽകുന്ന അഖ്ദുകൾ, കോൺട്രാക്റ്റുകൾ, ബിസിനസ് കോൺട്രാക്റ്റുകൾ. അത് രണ്ട് വ്യക്തികളാകട്ടെ, രണ്ട് ഗ്രൂപ്പുകളാകട്ടെ, രണ്ട് കമ്പനികളാകട്ടെ, ആരുമാകട്ടെ, ആ കരാറുകൾ പാലിക്കണം. വെറുതെ എഴുതുന്നതല്ല, അത് പാലിക്കാൻ വേണ്ടിയുള്ളതാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, തആൽ ഉഅതിക്, മോനെ ഇങ്ങോട്ട് വാ, ഞാൻ നിനക്കൊരു കാര്യം തരാം, ഞാൻ നിനക്കൊരു സാധനം തരാം. സാധാരണ മക്കളെ നമ്മുടെ പിടുത്തത്തിൽ കിട്ടാൻ വേണ്ടി പറയുന്നൊരു വാക്കാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നീ എന്തു കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്? ആ സ്ത്രീ പറഞ്ഞു, ഞാനൊരു ഈത്തപ്പഴമുണ്ട്, അത് കൊടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ എങ്ങാനും അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു കളവ്, ഒരു വാക്ക് ലംഘിച്ചതായി അള്ളാഹു അത് എഴുതി വെക്കും, മലക്കുകൾ എഴുതി വെക്കും. ഒരു മോനെ വിളിച്ചിട്ട്, മോനെ ഒരു സാധനം തരാം, മുട്ടായി തരാം, ചോക്ലേറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ വാഗ്ദത്ത ലംഘനമായി, കരാറ് ലംഘനമായി, നിങ്ങൾ പറഞ്ഞ ഒരു നുണയായി, ഒരു കളവായി മലക്കുകൾ അത് രേഖപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് നാവിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഗൗരവമേറിയതാണ്. അത് പാലിക്കാനുള്ളതാണ്. മതം തമാശയല്ല. നിങ്ങളുടെ മതത്തെ കളിയും തമാശയുമാക്കിയവരെ മിത്രങ്ങളാക്കരുത്. അപ്പോൾ പിന്നെ മതത്തെ തന്നെ നാം തന്നെ സ്വയം കളിയും തമാശയുമാക്കിയാലോ അതെത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് ചിന്തിക്കുക.